ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കാൻ പോണത്. മലയാളത്തിലെ നെക്സ്റ്റ് ചാപ്റ്റർ കലയും കാലവും. MP പോളിൻ്റെ കലയും കാലവും എന്ന് പറയുന്ന ഒരു ലേഖനമാണ് നമ്മൾ എടുക്കാനായിട്ട് പോണത്. അപ്പോൾ പേര് പറയുന്ന പോലെ കലയും കാലവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ലേഖനത്തിലൂടെ പഠിക്കാനായിട്ട് പോണത്. അപ്പോൾ കലയും കാലവും എന്ന് പറയുമ്പോൾ കലാവാസന കാലമല്ല കലാവാസനയെ സൃഷ്ടിക്കുന്നത്, പക്ഷേ കാലത്തിന് കലാവാസന അല്ലെങ്കിൽ കലകളെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കലകൾക്ക് മേലെ വലിയൊരു സ്വാധീനമുണ്ട്. കലാവാസനകളെ സൃഷ്ടിക്കുന്നത് കാലമല്ല, പക്ഷെ എന്താണ്, കാലത്തിന് വലിയൊരു സ്വാധീനം കലകൾക്ക് മേലെ കൊണ്ടുവരാനായിട്ട് കഴിയും. അതാണ് ഈ ഒരു പാഠത്തിൻ്റെ സംഗ്രഹമായിട്ട് വരുന്നത്. ഇനി അതിന് ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് MP പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണങ്ങൾ പറയുന്നത് റോമാ സാമ്രാജ്യത്തെക്കുറിച്ചും അതേപോലെ ഗ്രീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രീസിനെ കുറിച്ച് പറയുന്നത്, ഗ്രീസിന് ഒരുപാട് വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഗ്രീസിൻ്റെ കലാപാരമ്പര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പാരിസികന്മാരോടുള്ള യുദ്ധം, ആ ഘട്ടത്തിന് ശേഷമാണ് ഗ്രീസിൻ്റെ യഥാർത്ഥ കലാപാരമ്പര്യം നമ്മൾ അറിയുന്നത്. ആ യുദ്ധത്തിൽ ഗ്രീസ് വിജയിച്ചു. ആ ഒരു കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് കലാപരമായിട്ട് ഗ്രീസിന് ഒരുപാട് മുൻപന്തിയിൽ നിന്ന ഒരു സമയമാണ്. എല്ലാ നിലയിലും, കവിതകളാണെങ്കിലും ചിന്തകന്മാരാലാണെങ്കിലും അതുപോലെ തന്നെ ചിത്രകലയിലാണെങ്കിലും ശില്പകലയിലാണെങ്കിലും എന്താണ്, എല്ലാ കലകളിലും ഒരുമിച്ച് അതിവിദഗ്ധരായിട്ടുള്ള കലാകാരന്മാരെ ആ ഒരു യുഗം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഗ്രീസിന് ഒരുപാട് വർഷത്തെ പാരമ്പര്യം പറയാനുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും എന്തില്ല, ഇതുപോലെ എടുത്ത് പറയാവുന്ന ഒരു പേര് നമുക്ക് പറയാനില്ല. ഇപ്പോൾ യവന നാടകത്തിൽ, ഗ്രീസിലെ യവന നാടകത്തിൽ ഈസ്കിലക്സ്, സോഫോക്ലീസ്, യൂറിപ്പിഡിസ് ഇവരുടെയൊക്കെ ആ യവന നാടകം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതിന് ഉള്ള ആൾക്കാരാണ് ഇവർ. അതുപോലെ ഫിഡിയാസിൻ്റെ പ്രതിമാശില്പം, ആ ഒരു ശില്പം, അതിനെ തോൽപ്പിക്കുന്ന യാതൊരു ശില്പം എന്താണ് ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പോളിക്നോട്ടസിൻ്റെ ചിത്രങ്ങൾ, അതൊന്നും ഇന്ന് കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി എന്താണ്, ഫിഡിയാസിൻ്റെ ശില്പങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു പോളിക്നോട്ടസിൻ്റെ ഉണ്ടായിരുന്നത്. ഇനി ചിന്താലോകത്തിൽ ചിന്തകന്മാരുടെ കാര്യം പറയുകയാണെങ്കിലോ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ അങ്ങനെയുള്ള ചിന്തകന്മാർ, അങ്ങനെ എല്ലാ തരത്തിലും കലാകാരന്മാരാൽ സമ്പുഷ്ടമായിട്ടുള്ളൊരു കാലഘട്ടമാണ് പാരിസികന്മാരോട് ശേഷമുള്ള പാരിസികന്മാരോടുള്ള യുദ്ധത്തിന് ശേഷമുള്ള പെരിക്ലീസിൻ്റെ സംരക്ഷണത്തിലുള്ള ഏഥൻസിൻ്റെ കാലഘട്ടം. ആ പെരിക്ലീസ് രാജാവായി വന്നിട്ടുള്ള ആ ഒരു കാലഘട്ടം, അതിൽ കലകൾക്ക് ഒരുപാട് അഭിവൃദ്ധി പ്രാപിച്ചു. ഇത്രയും കലാകാരന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടു. പിന്നീട് ഒരിക്കലും എന്താണ്, പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊന്നും ഇത്രയ്ക്കധികം പേരുകൾ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇതേപോലെ രാഷ്ട്രീയമായിട്ടും എന്തുതന്നെയാണ്, രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടൊക്കെ ആ പെരിക്ലീസിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, പെരിക്ലീസ് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്രയും അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇനി റോമാ സാമ്രാജ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഗസ്റ്റസിൻ്റെ കാലത്താണ് ഇതുപോലെ അഭിവൃദ്ധിപ്പെട്ട ഒരു കാലഘട്ടം. ജൂലിയസ് സീസർ കീഴ്പ്പെടുത്തിയ ലോകം മുഴുവനും ആഭ്യന്തര കലഹങ്ങൾക്ക് ശേഷം അഗസ്റ്റസിൻ്റെ കീഴിൽ വീണ്ടും വ്യവസ്ഥാപിതമായി. അതോടുകൂടിയിട്ടാണ് റോമിൽ കലാകാരന്മാർക്കും കലയ്ക്കും എന്താണ് പുതിയൊരു ഉണർവും ഒരു ലോകവും തുറന്നു കിട്ടുന്നത്. വെർജിലിൻ്റെ മഹാകാവ്യത്തിന് ഹോറസ്, ഒവിഡ് അങ്ങനെയുള്ള കവികൾ, ഇതൊക്കെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിലൊന്നും എന്താണ് ഇത്തരം നല്ല സംഭാവനകൾ ലോകത്തിന് കിട്ടിയിട്ടില്ല. ഇതൊക്കെ കുറിക്കുന്ന എന്താണ്, കാലമല്ല കലാകാരനെയോ അല്ലെങ്കിൽ കലാസൃഷ്ടിയോ സൃഷ്ടിക്കുന്നത്, പക്ഷേ കാലത്തിന് ഒരു കലയിൽ നല്ല സ്വാധീനമുണ്ട്. അങ്ങനെയല്ലേ, നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നന്നായിട്ട് പുഷ്ടിപ്പെട്ട് വളരും. നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് കല പുഷ്ടിപ്പെട്ട് വളരും. അപ്പം അതിനൊത്ത ഭരണാധികാരികളും അതിനൊത്ത സാഹചര്യവും അത് ആര് കൊണ്ടുവരണം, കാലം കൊണ്ടുവരണം. അതാണ് കാലത്തിന് കലയുടെ മേലുള്ള സ്വാധീനം. ഇതാണ് ഈ ഒരു ലേഖനത്തിലൂടെ, ഒരു ചെറിയ ലേഖനമായിട്ട് ആ ലേഖനത്തിലൂടെ നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. ഇനി ഒരു കലാകാരനെ സംവിധാനം ചെയ്തെടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് ഒരു കലാകാരൻ ജന്മമെടുക്കുന്നത്. ജന്മനാ ലഭിക്കുന്ന വാസനകൾ, ഒരു കലാകാരനാണെങ്കിൽ എന്താണ്, അയാളുടെ ഉള്ളിൽ തന്നെ എന്ത് വേണം, ഒരു ചെറിയ കഴിവ് വേണം അല്ലേ.
ജന്മനാ ലഭിക്കുന്ന വാസനാഗുണം, നിരന്തരമായ അഭ്യാസം, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും, ചുറ്റും കാണുന്ന വ്യത്യസ്തവും കൗതുകകരവുമായ ജീവിതം പകർന്നു കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെ എന്താണ് ഒരു കലാകാരൻ്റെ സൃഷ്ടിക്ക് കാരണമായേക്കാം. അതിലൊക്കെ ഒരു സ്വാധീനം ചെലുത്താൻ മാത്രമാണ് കാലത്തിന് കഴിയുന്നത്. പക്ഷെ കാലം ഒരിക്കലും കലാകാരനെ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ കലകളൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ഉള്ളിൽ കഴിവുകൾ ഉണ്ടായിരിക്കും. ആ കഴിവുകൾ ഒരു കാലം എത്തുമ്പോൾ ചിലപ്പോൾ എന്താണ് പുറത്തേക്ക് വരാമെന്ന് മാത്രം, അല്ലാതെ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ അങ്ങോട്ട് ഒരു കലാകാരനായി മാറ്റപ്പെടില്ല. കലാകാരനാവണമെങ്കിൽ എന്താണ് ഈ വക ഗുണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടാവും. അതിങ്ങനെ എന്താണ് മുളയ്ക്കാൻ കിടക്കുന്ന വിത്ത് ഇങ്ങനെ മുളയ്ക്കും മുന്നേ വിത്ത് ഇങ്ങനെ കുറേ കാലം മണ്ണിനടിയിൽ കിടക്കുന്നത് പോലെ ഒരു സാഹചര്യത്തിന് വേണ്ടി നമ്മൾ നോക്കി നിൽക്കുകയായിരിക്കും. അനുകൂലമായിട്ടുള്ളൊരു കാലം വരുന്ന സമയത്ത് എന്താണ് അതവിടെ മുളയ്ക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതിലിങ്ങനെ ചോദിക്കാവുന്നത് ഗ്രീസിലെ പ്രധാനപ്പെട്ട വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്താണ്? നമ്മുടെ പെരിക്ലീസിൻ്റെ ഭരണകാലത്താണ്. അതങ്ങനെ ചോദിക്കാം വൺ വേർഡൊക്കെ ആയിട്ട്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട കലാകാരന്മാർ ആ പേരുകളൊക്കെ എടുത്ത് ചോദിക്കാം. റോമാ സാമ്രാജ്യത്തിനും അതുപോലെ ഇങ്ങനെ ചോദിക്കാം. ഇനി എന്തുകൊണ്ടാണ് കലാകാരന്മാരെ നമ്മൾ അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷ പ്രഭാവന്മാരെന്നൊക്കെ വിളിക്കുന്നത്? ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നത് പല ഘടകങ്ങളാണ്. ജന്മസിദ്ധമായ സിദ്ധി, നിരന്തരമായ പഠനം, അഭ്യാസം, മുൻകാലത്തെ മഹാന്മാരായ കലാകാരന്മാരുടെ സ്വാധീനം, സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു കലാകാരൻ ഉണ്ടാകുന്നത്. ഇതിൽ ഏതു ഘടകമാണ് പ്രധാനമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എല്ലാം വേണം. എല്ലാം വന്ന് അനുകൂലമായിട്ടുള്ള കാലം കൂടെ വരുമ്പോഴാണ് അത് പുഷ്ടിപ്പെട്ട് വരിക. ഇതിലൊരു പ്രധാന ഘടകം ഏതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു കലാകാരൻ്റെ സിദ്ധികളുടെ കാരണം എന്തെന്ന് കണ്ടെത്താനും പറ്റിയിട്ടില്ല. മേ ബി എന്താണ് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതായിരിക്കാം. പക്ഷെ എന്നാലും ഈ ഒരു പാരമ്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത്തരം കഴിവുകളുണ്ടാവും അല്ലേ? അതുകൊണ്ട് കലാകാരന്മാരെ അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷ പ്രഭാവന്മാരെന്നും നമുക്ക് വിളിക്കാം. ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു കലാകാരൻ ഉണ്ടാവുന്നത്. ഇനി എന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ കാലം ഒരു സ്വാധീനമുണ്ടെന്ന് മാത്രമാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ടാണ് അവരെന്താണ് അമാനുഷിക പ്രഭാവന്മാരെന്നും അതുപോലെ എന്താണ് അനുഗ്രഹീതന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത്. കലയും കാലവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കാലം കലാകാരന്മാരെ സൃഷ്ടിക്കുന്നില്ല. പക്ഷെ എന്താണ് അവരിലൊരു സ്വാധീനം ഉണ്ടാക്കാനായിട്ട് കാലത്തിന് കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതും. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇത് ബേസിക്കായിട്ട് എഴുതാൻ വേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് വേറെ എവിടെയും പോയി തപ്പണ്ട. എന്താണ് ഈ ഒരു ലേഖനം, ഇത് ലേഖനം എന്ന് പറഞ്ഞ് വാരി വലിച്ചെഴുതിയിട്ടൊന്നുമില്ല. ചെറിയൊരു നോട്ട് പോലെ അത്രയും ഇങ്ങനെ എന്താ പറയുക ചുരുക്കി അത്രയും ഇങ്ങനെ എന്താ പറയുക കണ്ടൻറ് വൈസ് ആയ പോലത്തെ ഒരു നമ്മൾ 2, 3, 4, 5 പ്രാവശ്യം വായിച്ചാലാണ് ഇതിൽ എന്താ പറഞ്ഞതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും കടിച്ചാ പൊട്ടാത്ത പോലത്തെ ഒരു തരം രീതിയിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ എന്ത് ചെയ്യുക 5, 6 പ്രാവശ്യമൊക്കെ ഈ ലേഖനം വായിക്കാം. അപ്പോൾ തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നല്ലോണം വായിച്ച് ആൻസർ ചെയ്യാം. ഇത്ര ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. താങ്ക് യു.